പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. സ്വർഗസ്നായോണ്ട് പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവനന്തപുരം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ദൈവമേ, ഇന്നും വന്നിരിക്കുന്നത് കുടിച്ചിട്ടാണ് ഈശോയെ. ഞാൻ ഇനി എന്ത് ചെയ്യും? ആ ചെറുക്കനും വരാൻ സമയമായി. ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. മനുഷ്യനാണെങ്കിൽ ഒരു സമാധാനമില്ലാത്ത ജീവിതമാണ് ഈശോയെ. എന്ത് ചെയ്യും ഈശോയെ? ഈശോയെ സമാധാനം കൊടുക്കണേ ഈശോയെ. ഞാൻ എവിടെയെങ്കിലും പാത്തിരിക്കാൻ പേടി ഈശോയെ. ശരി പേടിയാണ് ഈശോയെ. ഇവിടെ ഒരാരുമില്ല. ഇവിടെ ഉള്ളവരൊക്കെ എവിടെയാണ്? ഇവിടെ ഉള്ളവരൊക്കെ എവിടെയാണ്? ഇവിടെ ഉള്ള മനുഷ്യരാരുമില്ല. ഇവിടെ ആരുണ്ട്? ഇവിടെ വന്നിട്ട് ഇവിടെ എന്തൊരു മനുഷ്യ, എനിക്ക് ഇന്നെങ്കിലും കുടിക്കാതെ വന്നുകൂടായിരുന്നോ? ആ ചെറുക്കന് പരീക്ഷയാണ്. എന്ത് സ്വസ്ഥതയോടാണ് കാണിക്കുന്നത്? ഇവിടെ ഇല്ല കാര്യങ്ങളൊക്കെ ഒന്ന് കുടിക്കാണിക്കാൻ പാടില്ല. വെറുതെ ഇന്ന് അമ്മയെ തല്ലിയപ്പാ? ഞങ്ങൾ എന്ത് തെറ്റാ മനുഷ്യൻ നിങ്ങളോട് ചെയ്യുന്നത്? നീയോട് ആരാ ചോദിക്കേണ്ട കാര്യം? ചോദിക്കേണ്ട കാര്യം എന്താണ്? ഇങ്ങനെ കാണിക്കുന്നോളൂ. എന്റെ അമ്മ ഈ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇത് നല്ലതല്ല കേട്ടോ. എന്നെ ഈ വീട്ടിൽ ഇറക്കി വിടരുത്. നിന്റെ ഇവിടെ ആരുമില്ല. ഇറങ്ങിപ്പോടാ. അങ്ങനെ പറയല്ലേ. മേലെ ഇറങ്ങി ഇവിടെ കയറി പോകും. അവൻ പോയെന്നാ തോന്നണേ. അവൻ പോയെന്നാ തോന്നണ. ചോറല്ലേ ഇവിടെ? അമ്മ എണീക്കമ്മ. അമ്മ അമ്മ എന്താണ് ഞാനിവിടെ ഇവിടെ കിടന്ന് എന്ത് പറ്റി എനിക്ക്? പാത്രമൊക്കെ ഇല്ല ഇവിടെ കിടക്കണ. ഒരു പെണ്ണേ ചായ ഒന്നും തിളപ്പിച്ചില്ലേ? ചായ ഒന്നും തിളപ്പിച്ചില്ല? പെണ്ണെ ഒരു ചായ ഒന്നും തിളപ്പിച്ചില്ലേ ഇവിടെ? ചായയെ ഇന്നലത്തെ രാത്രി നടത്തിയ പ്രപഞ്ചമല്ലോ ഓർമ്മ. രാത്രി എന്തിയാ നടത്തി? ഉള്ള കാശിനെല്ലാം കുടിച്ചിട്ട് വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കി. ആ ചെറുക്കൻ ഇന്ന് പരീക്ഷയായിരുന്നു. അവന് പഠിക്കാൻ പറ്റിയില്ല. എനിക്കൊരു ഓർമ്മയുമില്ല. അവന് ഇറക്കി വിട്ട് രാത്രി അവൻ നേരം വെളുക്കണ വരെ ഇവിടെ ഇരുന്ന് നിലവിളിയായിരുന്നു. ഇങ്ങനെയാണ് ആ മനുഷ്യർ ജീവിക്കുന്നത്. ഇന്ന് ചിട്ടിക്കാര് ബാധിക്കും. അവർക്ക് പൈസ കൊടുക്കണ്ടേ? എങ്ങനെ ജീവിക്കും ഇവിടെ? അതിന് എനിക്കൊരു ബോധമായിട്ട് എനിക്ക് തോന്നിയില്ല.
വെള്ളം അടിക്കുന്നവർക്ക് എവിടെ നിന്നാണ് ബോധം ഉണ്ടാകുന്നത്? എല്ലാരും വെള്ളം അടിച്ചിട്ട് നിൽക്കുവല്ലോ. വെള്ളം അടിക്കുന്നവർക്ക് ബോധമില്ല, വെറുതെ നിൽക്കുന്നവർ എന്ത് ചെയ്യണം? പെണ്ണെ നീ ഇച്ചിരി ചായ ഇട്. ഇനി ഞാൻ കഴിക്കത്തൊന്നും ഇല്ല. ഇച്ചിരി ചായ ഇട്. അവനെ കണ്ടിട്ട് വേണം പറയാൻ. എടാ ഞാൻ ഇനി കഴിക്കത്തില്ല. അവനെപ്പോ വരും? അവൻ കുറച്ചുകൂടെ കഴിയും വരുമ്പോ. നീ ചെന്ന് ഇച്ചിരി ചായ തിളപ്പേര്. ദൈവമേ എന്നോട് ക്ഷമിക്കൂ. അമ്മ അമ്മ വന്നേ മോനെ നിതിന, നീ ഇങ്ങോട്ട് വന്നേ. പേടിക്കണ്ട, നീ വാ, കേറുവാ. ഞാൻ ഇനി വെള്ളമൊന്നും അടിക്കത്തില്ല. ഞാൻ ഇന്നലെ എന്തോ കഴിച്ച് ഇത് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരാൾ മേടിച്ച് തന്നിട്ട് ഞാൻ ഇച്ചിരി ഓവറായി കഴിച്ചു പോയി. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിട്ട് എനിക്ക് ആര് മക്കളാണ് ഭാര്യയാണെന്നൊന്നും അറിയാൻ പറ്റിയില്ല. ഇന്നലെ ഇവിടെ എന്തൊക്കെ നടന്ന വല്ല ഓർമ്മയുണ്ടോ? തലക്കൊരു വെളിവില്ല എനിക്ക്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തതെന്ന് എനിക്ക് പറഞ്ഞു. ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റ് വന്നപ്പോ ഇത് ചായ കുടിക്കണമെന്ന് തോന്നിയിട്ട് ഇവിടെ ആരുമില്ല. അമ്മ എവിടെ പോയി? അവളെയും കണ്ടില്ല, നിന്നെയും കണ്ടില്ല. ആ ഇരിപ്പ് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇച്ചിരി ചായ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവൻ സ്കൂളിൽ പോയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞ എന്തൊക്കെയാണ് അപ്പൊ കാണിച്ചത്? എനിക്കൊരു സ്വയബോധവും ഇല്ല. എന്റെ എക്സാം ആയിരുന്നു ഇന്ന്. ഇന്നിക്കുന്ന ഒരു വക പഠിക്കാതെയാണ് ഇന്നലെ ഞാൻ പോയി എഴുതത്. ജയിക്കോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. എടാ എല്ലാം മാറും. ഞാൻ ഇനി കുറേശ്ശെ കുടിച്ച് എനിക്ക് ഒറ്റടിക്ക് നിർത്താൻ പറ്റിയല്ല. കുറേശ്ശെ ആണെങ്കിലും ഞാൻ മാറ്റി എടുക്കാം. നമുക്ക് എല്ലാവർക്കും ആ പഴയ പോലുള്ള തന്നെ ജീവിതം മുന്നോട്ട് പോവാം. ഞാനിനി ഒരു അലമ്പും വീട്ടിലുണ്ടാക്കിയത്. നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. എന്തിനാണ് വെറുതെ ബഹളവും പഴക്കമൊക്കെ ഉണ്ടാക്കുന്നത്? ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഒരിക്കലും പറഞ്ഞ ഞാൻ ഇത് എന്തോ എനിക്ക് ഈ പെരിക്കം പോലെ തോന്നി. ഇത് കുടിച്ച് ഇങ്ങോട്ട് വന്നിട്ട് അത് ഇച്ചിരി കിട്ടിയത് കൊണ്ട് ഞാൻ പെരിക്കം പോലെ ഇങ്ങനെ തോന്നി. അതിവിടെ വന്നിട്ട് എനിക്ക് സ്വയബോധമില്ലാതെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇതെല്ലാം ചെയ്തത്. ഞാൻ ഇനി കഴിക്കത്തില്ല. ഞാൻ ഇത് നിശേഷം മാറ്റിയേക്കാം. എന്നാൽ നമ്മുടെ കുടുംബജീവിതം സന്തോഷമായിട്ട് മുമ്പോട്ട്. ആരും കുടിയന്മാരായി ജനിക്കുന്നില്ല, പക്ഷെ സാഹചര്യങ്ങളാണ് ഓരോരുത്തരെയും കുടിയന്മാരാകുന്നത്. എന്നിരുന്നാലും നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ ശരീരത്തെ എന്തിന് രോഗത്തിലേക്ക് വിടുന്നു? മദ്യപിച്ചുകൊണ്ട്. ദൈവം തന്ന ശരീരം എന്തിന് രോഗാവസ്ഥയിലോട്ട് വിടുന്നു? നമ്മുടെ ആയുസ്സത്തോളം നമുക്ക് ഭൂമിയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാം. മദ്യപാനം മാറ്റി കുടുംബജീവിതം സന്തോഷമാകും. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.